പ്രാർത്ഥനയുടെ ശക്തിയാൽ ഒട്ടോമൻ സൈന്യത്തിനുമേൽ ക്രൈസ്തവരുടെ വിശുദ്ധ സഖ്യം നേടിയ ചരിത്ര വിജയത്തെ തുടർന്നായിരുന്നു ക്രിസ്ത്യാനികളുടെ സഹായമായി പരിശുദ്ധ മറിയത്തെ വണങ്ങുന്ന പ്രാർത്ഥനാ രീതി സഭയിൽ പ്രചരിച്ചത്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒട്ടോമൻ സൈന്യം വിയന്ന തലസ്ഥാനം ഉപരോധിച്ചപ്പോൾ ലിയോപോൾഡ് ഒന്നാമൻ ചക്രവർത്തി പാഴ്സോയിലെ ക്രൈസ്തവരുടെ സഹായമായ മറിയത്തിന്റെ ദേവാലയത്തിൽ അഭയം തേടുകയും യൂറോപ്പിലുടനീളമുള്ള ക്രൈസ്തവർ ചക്രവർത്തിക്കൊപ്പം ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുകയും അത്ഭുതകരമായി വിയന്ന ശത്രുപിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയുമായിരുന്നു. 1809 നെപ്പോളിയന്റെ സൈന്യം പിയൂസ് 7-ാമൻ പാപ്പയെ 5 വർഷത്തോളം തടവിലാക്കുകയും വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ താൻ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെടുന്ന പക്ഷം പരിശുദ്ധ മറിയത്തിന്റെ വണക്കത്തിനായി ഒരു തിരുനാൾ ദിനം പ്രഖ്യാപിക്കുമെന്ന് പാപ്പ തടവിലായിരിക്കെ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ മറിയത്തിന്റെ അത്ഭുത ഇടപെടൽ എന്നോണം ക്രൈസ്തവർ വീണ്ടും വിജയം നേടുകയും 1814 മെയ് 24-ന് പാപ്പ റോമിലേക്ക് ജൈത്രയാത്ര നടത്തുകയും ചെയ്തു. തന്റെ വാഗ്ദാനം പാലിച്ച അന്നേ ദിനം ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനമായി പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു.